ഇവിടെ നടന്ന പ്രസംഗത്തിലൊക്കെ പറഞ്ഞു, വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ പൂർവികന്മാർ പിന്നിലായിരുന്നു. എന്നാൽ അവരൊക്കെ ചെയ്തു വച്ച കാര്യങ്ങൾ, അവരുടെ വലിയ കാഴ്ചപ്പാടുകൾ, സമൂഹം എങ്ങനെ, കുടുംബം എങ്ങനെ ആവണം എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ രീതിയിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പുതിയ തലമുറകൾ ഇന്ന് അന്നൊന്നും ഡോക്ടർമാരോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ കണ്ടിൽ തന്നെ ഡസൻ കണക്കിന് ഡോക്ടർമാർ, എഞ്ചിനീയേഴ്സ്, വിദ്യാഭ്യാസപരമായിട്ട് മുന്നോക്കം നിൽക്കുന്ന എത്രയോ ആൾക്കാർ ഉണ്ട്. എന്നാൽ ഞങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് എത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ വിച്ചുണ്ണിയെ അനുസ്മരിച്ചു. വിച്ചുണ്ണി ലാസ്റ്റ് പറഞ്ഞൊരു വാക്കായിരുന്നു, നമ്മുടെ വിജയിച്ചവർക്ക് സമ്മാനം കൊടുക്കണം. ആ ഒരു രീതിയിലാണ് ഇതിലേക്ക് നമ്മൾ എത്തുന്നത്. മുൻ വർഷങ്ങളൊന്നും ഈ രീതിയിൽ കൊടുത്തിട്ടില്ല. ഫുൾ A+ ഉള്ളവർക്ക് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ വാട്സപ്പിൽ അനൗൺസ് ചെയ്തിരുന്നു, ഫുൾ A+ എന്നുള്ളൊരു വാചകം അതിലില്ല. കാരണം ഓരോ കുട്ടിയെ സംബന്ധിച്ചും ആ കുട്ടി ഫുൾ A+ ആണ്. അതായത് ആ ഒരു കുട്ടിക്ക് കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിച്ചിട്ട് അവർക്ക് കിട്ടുന്ന മാർക്കും അവരെയും നമ്മൾ ആദരിക്കേണ്ടവർ തന്നെയാണ്. ഒരർത്ഥത്തിലാണ് എല്ലാവർക്കും നമ്മൾ ഒരുക്കിയത്. നമ്മൾ അന്വേഷണങ്ങൾ, വേരുകൾ തേടി പോയിട്ടില്ല, ഇങ്ങോട്ട് വന്നതാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പലതും മിസ്സായിട്ടുണ്ട്, പലർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ മിസ്സായവർക്ക് ഇന്നലെ ഉച്ച വരെ കിട്ടിയവർ നമ്മൾ വീണ്ടും പ്രിൻറ്റിങ് നടത്തി. ഇനിയും ബാക്കിയുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനത്തെവർക്ക് നമുക്ക് അതിനുള്ള പരിഹാരം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും വലിയൊരു ഇഷ്യൂ ആക്കി കാണേണ്ടതില്ല. ഏതായാലും ഈ മഹനീയമായ സദസ്സിൽ, അതായത് നമ്മുടെ കാരണവന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ഈ അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഭാവി വരും വർഷങ്ങളിൽ നമുക്കിതൊരു വലിയൊരു രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിജയിക്കുന്ന എല്ലാവർക്കും ഇത്തരത്തിലുള്ള അവാർഡുകൾ നൽകാൻ നമുക്ക് ശ്രമിക്കണം. അതേപോലെ പലരും വലിയ ഇന്നും ഡോക്ടറായിട്ട് ഇവിടേക്ക് എൻറോൾ ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഈ സംഗമത്തിലേക്ക് എത്തിയ ആളുണ്ട്. അവരൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ പറയട്ടെ, വിച്ചുണ്ണിയുടെ ഒരു ഓർമ്മ പുതുക്കലാണിത്. അവൻ പറഞ്ഞൊരു വാക്ക് നിന്നാണ്. ലാസ്റ്റ് അസൈങ്ക മരിക്കുന്ന ദിവസമാണ് ഞാൻ സംസാരിക്കുന്നത്. അന്നത്തെ ലാസ്റ്റ് വാക്കായിരുന്നു ഇത്